ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംയുക്ത ആക്രമണം അത് ഈ ആഴ്ച മുഴുവൻ തുടരാനും കൂടുതൽ ദിവസങ്ങൾ അത് വ്യാപിക്കാനുമുള്ള സാധ്യതകളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പോസ്റ്റിലുള്ളത്. അതേസമയം തന്നെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗം സമാധാനം കൊണ്ടുവരാനുള്ള സാധ്യതകളെക്കുറിച്ച് ആലോചനയിലുമാണ്. എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണത്തിനാണ് അമേരിക്കയും ഇസ്രയേലും പദ്ധതിയിട്ടിരിക്കുന്നത്? ഇത് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. എല്ലാവിധത്തിലുള്ള സൈനിക സജ്ജീകരണങ്ങളോടുകൂടി നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പോസ്റ്റ് വായിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? ഗോപിക്കും എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം, ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിൽ എന്ത് കാര്യങ്ങൾ എടുത്താലും അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. വെറും ഒരു കടലാസ സംഘടന അല്ലെങ്കിൽ ഒരു നോക്കുകുത്തി സംഘടനയായിട്ട് ഐക്യരാഷ്ട്ര സഭ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം ന്യൂയോർക്കിൽ 3 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്, ഉച്ച കഴിഞ്ഞ്. ഏതാണ്ട് 15 മിനിറ്റിനകമാണ് ഈ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിൽ കൂടി ഇതെല്ലാം വിശകലനം ചെയ്യുകയും ഇവര് ഇതിനെ അപലപിക്കുകയും ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇതൊന്നും പാലിക്കാൻ പോകുന്ന ആൾക്കാരല്ല ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ നെതന്യാഹോ അല്ലെങ്കിൽ ഇറാന്റെ ഇപ്പോൾ തലപ്പത്തുള്ളവരോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗോപി ചോദിച്ചാൽ മറ്റൊരു ചോദ്യം, ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും? ഈ യുദ്ധം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, അതിൽ കൂടുതൽ നീണ്ടു നിൽക്കും. അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ അമേരിക്ക നടത്തിയിട്ടുണ്ടെന്നാണ് പെന്റഗണിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ നേരത്തെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ 2 വിമാനവാഹിനി കപ്പലുകളാണ് കുറെ ദിവസങ്ങളായിട്ട് ഇതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ ഈ ഒരു കപ്പൽ ജെറാർഡിന്റെ ചെലവ് അല്ലെങ്കിൽ എബ്രഹാം ലിങ്കന്റെ ചെലവ് പ്രതിദിനം ഏതാണ്ട് 8 മുതൽ 10 മില്യൺ ഡോളർ വരെയാണ്. അതായത് ഒരു 100 കോടി രൂപയാണ്. 5000-ഓളം സൈനികരും 75ഓളം പോർ വിമാനങ്ങൾ വഹിക്കാൻ പറ്റുന്ന 2 കപ്പലുകൾ. ഇത്രയധികം പണം ചെലവഴിച്ച് ഈ സൈനിക വിന്യാസം നടത്തുമ്പോൾ കൃത്യമായിട്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും അവരുടെ ലക്ഷ്യം ഏതറ്റം വരെ പോകുമ്പോഴായിരിക്കും സാധ്യമാകുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഒരു പുതുതലമുറയെ ഇവര് ഭരണം ഏൽപ്പിച്ച്, ഒരുപക്ഷെ സിറിയയിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെയുമല്ല, നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ ഖൊമൈനി തലമുറ വരുന്നതിന് മുമ്പ് അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരും ആയിട്ടുള്ള പശ്ചിമേഷ്യയിലെ രാജ്യമായിരുന്നു ഇറാൻ. അവിടെ നിന്നാണ് ഈ ഭരണമാറ്റത്തിലൂടെ അമേരിക്കയുമായിട്ട് അകന്നു പോവുകയും ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞ സ്ലോഗൻ വിളിക്കുമ്പോൾ അമേരിക്ക തിരിച്ച് ടെററിസം സ്പോൺസർ ചെയ്യുന്ന രാജ്യം എന്ന് തിരിച്ചു വിളിച്ചും 80കളിലും ഒക്കെ വലിയ രീതിയിൽ വലിയ ശത്രുക്കളായിട്ട് മാറിയ ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യയിൽ ഒരു തിരിച്ചുവരവായിരിക്കും ഈ 2 രാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുക. തന്നെയുമല്ല, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദിയിലും ഒക്കെ മുഹമ്മദ് ബിൻ സൽമാൻ പോലുള്ള രാജകുമാരൻ അതിന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ മുതൽ ആഗോളതലത്തിൽ തന്നെ അതിനെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിലും ഈ പഴയ തലമുറയെ മാറ്റി പുതിയ തലമുറ വരുന്നതോടുകൂടി ആ രാജ്യം തന്നെ മാറും എന്നുള്ളൊരു വിശ്വാസമാണ് ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ പുലർത്തുന്നത്. ഒരുപക്ഷെ അവർ അതായിരിക്കും ലക്ഷ്യം വെക്കുന്നത്. ഇസ്രയേലിൻ്റെതായ അവരുടേതായ താല്പര്യങ്ങൾ കാണും. പക്ഷേ ഗോപികൃഷ്ണൻ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡീലിനെല്ലാം പോയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ ഗോൾഫ് കളിക്കാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരിൽ ഒരാളാണ്. രണ്ടാമത്തേത് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ മരുമകൻ ജാരഡ് കുഷ്ണർ ആണ്. തീർച്ചയായിട്ടും വ്യാഴാഴ്ച നടന്ന ചർച്ചകളിൽ ഇവർ ഡൊണാൾഡ് ട്രംപിന് കൃത്യമായ സന്ദേശം കൊടുത്തു കാണും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ അണുബോംബ് ഇറാന്റെ കയ്യിലെത്തിക്കഴിഞ്ഞാലുള്ള അപകടത്തെ പറ്റി. കാരണം ഈ ചർച്ചകളിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ തലവനും കൂടെ പങ്കെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സാങ്കേതിക വശങ്ങൾ ഒരുപക്ഷെ ജാരഡ് കുഷ്ണറിനും സ്റ്റീവ് വിറ്റ്കോഫിനും കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാന്റെ നെഗോഷിയേഷൻ പവർ ഒരുപക്ഷെ കൂടുമെന്ന് ഒരു ഡീൽ മേക്കറായ ഒരു ബിസിനസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കാം ഈ ഡേറ്റ് കുറിച്ച് ഇപ്പോൾ തന്നെ ഈ തിങ്കളാഴ്ച സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ തുടരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിനുവേണ്ടി കാത്തു നിൽക്കാതെ ഒരുപക്ഷെ അത് തന്നെ ഒരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ചർച്ചകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു അറ്റാക്കിന് ഇപ്പോൾ ഈ സന്ദേശം ഡൊണാൾഡ് ട്രംപ് കൊടുത്തത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. ഗോപീഷ്ണൻ. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂജേഴ്സിയിൽ നിന്ന്. നേരത്തെ മധു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ സുരക്ഷാ കൗൺസിലിൻ്റെ യോഗം കൊണ്ട് അല്ലെങ്കിൽ അതൊരു പ്രമേയം പാസ്സാക്കലിനപ്പുറത്തേക്ക് അതാരെങ്കിലും ചെവിക്കൊള്ളുന്ന സാഹചര്യമല്ല. ഐക്യരാഷ്ട്ര സഭ ആ അർത്ഥത്തിൽ നിർവീര്യമാക്കപ്പെട്ടിട്ട് കാലങ്ങളേറെയായി. ഏതായാലും പക്ഷേ സമാധാനത്തിന് വേണ്ടി ആശ്രയിക്കാവുന്ന ആഗോള സംഘടന എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ കൗൺസിലിൻ്റെ യോഗം, അടിയന്തര യോഗം, അത് എന്ത് തീരുമാനവുമായി ആണ് വരാൻ പോകുന്നത് എന്നതിലൊരു ആകാംക്ഷ ബാക്കി നിൽക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നമ്മുടെ മുന്നിലുള്ളത് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനെയ് കൊല്ലപ്പെട്ടു എന്ന അമേരിക്കയുടെ അവകാശവാദമാണ്. ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അയത്തുള്ള അലി ഖംനെയ് കൊല്ലപ്പെട്ടതോടുകൂടി ഇനി അങ്ങോട്ട് ലോകത്തിനൊന്നാകെ സമാധാനത്തിൻ്റെ വഴികൾ തുറക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്നും അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ അത് എത്ര 1-2 ആഴ്ചയിലേക്ക് നീണ്ടുപോകാവുന്ന ഒന്നായി മാറും. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നവരെ ഈ സ്ഥിതിവിശേഷം തുടരും എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഗൾഫ് മേഖല ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ അത് ആശങ്കാജനകമായ രീതിയിലേക്ക് വളർന്നിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും സ്ഫോടന ശബ്ദം കേൾക്കുന്നുണ്ട്. നേരത്തെ ദുബായ് വിമാനത്താവളത്തിൽ ഉണ്ടായ പ്രശ്നം അവിടെ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണുണ്ടായിട്ടുള്ള തീപിടുത്തമൊക്കെയാണ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. 4 പേർക്ക് പരിക്കുണ്ട്. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ UAE-യിൽ ജനങ്ങളൊക്കെ തന്നെ സുരക്ഷിതരായി നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഖത്തർ കേന്ദ്രീകരിച്ച് ഖത്തറിലെ ഏതാണ്ട് 20 ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും കാര്യമായ രീതിയിലേക്ക് അതൊന്നും മാറിയിട്ടില്ല, അപകടകരമായ സ്ഥിതിയിലേക്ക് മാറിയിട്ടില്ല എന്ന വിവരങ്ങളാണ് വരുന്നത്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അയത്തുള്ള അലി ഖംനെയ് കൊല്ലപ്പെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥിരീകരണമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നേരത്തെ ഖമനേയ് കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഖമനേയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളെ കാണുമെന്നും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെ ഖമനേയെ പിന്നീട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ അറിയുന്നില്ല. അതേസമയം ഖമനേയ് കൊല്ലപ്പെട്ടു എന്ന ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.